എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? പക്ഷേ എനിക്ക് സുഖമില്ലായിരുന്നു കേട്ടോ. എനിക്ക് ബാക്ക് പെയിൻ ആയിരുന്നു. നല്ല ബാക്ക് പെയിൻ ആയിട്ട് എനിക്ക് എണ്ണിക്കാൻ പറ്റാതായിപ്പോയി. എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ അമ്പലത്തിൽ പോയിട്ടൊരു 4 മണിക്കൂർ അവിടെ ഇങ്ങനെ ചമ്മറം പടഞ്ഞിരുന്നിരുന്നു. അതിനുശേഷം എനിക്ക് ഭയങ്കര പെയിൻ എന്ന് പറഞ്ഞാൽ നല്ല പെയിനായിരുന്നു. കട്ടിലിൽ നിന്ന് എണ്ണിക്കാൻ പറ്റാത്തൊരവസ്ഥയെ ശരിക്കും പേടിച്ചു പോയി. അങ്ങനെ നമ്മൾ MRI സ്കാനൊക്കെ എടുത്തു. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞത് ഫിസിയോതെറാപ്പി ചെയ്യാൻ പറഞ്ഞു കുറച്ച് ദിവസം. പക്ഷെ നമുക്ക് ഡൽഹി നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ജമ്മു വന്നപ്പോഴാണ് ഇതുപോലെ ഓഫീസിനടുത്ത് തന്നെ KD's ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടൊരു ഹോസ്പിറ്റലുണ്ട്. അവിടെ നല്ലൊരു ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പോയി. അപ്പം 25 ഡേയ്സ് ചെയ്യാൻ പറഞ്ഞു. ഫസ്റ്റ് ഡേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പെയിൻ എന്ന് പറഞ്ഞാൽ അതിഭയങ്കര പെയിനായിരുന്നു. എന്ന് വെച്ചാൽ ഒന്ന് എണ്ണിട്ട് ഇരിക്കാൻ പറ്റാത്ത പോലെ പെയിനായിപ്പോയി. പക്ഷേ ഒരാഴ്ചയായപ്പോഴത്തേന് ശരിക്കും നല്ല വ്യത്യാസം എന്ന് പറഞ്ഞാൽ എനിക്ക് എത്ര അപ്രിഷ്യേറ്റ് ചെയ്താലും പറ്റത്തില്ല. അത്ര നല്ല ഒരു ഡോക്ടർ ചേതന, അതേപോലെ 2 നേഴ്സുമാരുണ്ട്, സോണിയയും ഹീനയും. ഇവർ 2 പേരും എന്ത് ആത്മാർത്ഥമായിട്ടാണെന്നറിയാം അവർ ചെയ്തു തരുന്നത്. എനിക്ക് തോന്നുന്നു ഹോസ്പിറ്റലിലെ ഏറ്റവും നല്ല ഡിപ്പാർട്ട്മെൻറ്റ് ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പം ഞാൻ എൻ്റെ 25 ഡേയ്സിൽ ഇത് കഴിഞ്ഞപ്പോഴത്തെ ഞാൻ ശരിക്കും പെർഫെക്റ്റ്ലി ഓക്കെ ആയി. അവരെനിക്ക് എക്സസൈസ് ചെയ്തു തന്നു, അതുപോലെ ഇലക്ട്രോതെറാപ്പി എല്ലാം ചെയ്തു തന്നു. ചെയ്ത് ഞാൻ വീട്ടിലും ചെയ്യണമെന്ന് അവർ പറഞ്ഞിരുന്നു. അതുപോലെ ഹീറ്റ് ചെയ്യാനുള്ളത് എല്ലാം പറഞ്ഞു തന്നത് അതേപോലെ ചെയ്തു. എനിക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല. അപ്പോൾ ഞാൻ ഇന്ന് അവരോട് ചോദിച്ചിരുന്നു ഞാൻ വീഡിയോ എടുത്തോടെ എന്ന് വെച്ചാൽ എനിക്ക് നിങ്ങളുടെ ഒരു റിവ്യൂ ഇടണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ആർക്കെങ്കിലും ഇതുപോലെ ബാക്ക് പെയിൻ വരുവാണെങ്കിൽ ഫിസിയോതെറാപ്പി ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് അവർ പറയുന്ന അത്രയും ദിവസം ചെയ്യുകയും ചെയ്യണം. അതിനുശേഷം നമ്മളത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യണം. നിങ്ങൾ ആരെങ്കിലും ജമ്മുവിലുള്ളവർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടി ബെസ്റ്റ് ഹോസ്പിറ്റലാണ് ഇത്. അതിൽ ഈ 3 പേര് ഞാൻ നല്ലതായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെൽക്കം ബാക്ക് ടു കെറ്റ്ലാൻഡ് ക്രാഫ്റ്റ്സ്. എല്ലാവരും വീഡിയോ കാണുക ആദ്യമായിട്ട് അവസാനം വരെ. ഇതിനകത്ത് എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന ഇതോടെ ചേർത്തിട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ഇതുപോലെ ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. हेलो, एक्चुअली आई एम डॉक्टर चेतना. हमारे पास ये पेशेंट आए थे बीना प्रदीप. शी इज़ बेसिकली फ्रॉम केरला और वो यहाँ पे आए थे अपना बैक पेन लेके. उन्होंने केरला में काफ़ी टाइम तक अपना ट्रीटमेंट लिया बट शी वॉज नॉट सेटिस्फाइड टू दैट लेवल. बट शी केम हियर because her husband is already working and he's posted in Jammu Kashmir right now. So she came to us, हमारे पास वो आए हैं और we treated her and my whole team treated her. I am basically a freelancer in this hospital, so मैं कभी कभार आती हूँ. और जो मेरी टीम है उन्होंने इनका पूरा का पूरा ट्रीटमेंट दिया है इनको एंड शी इज़ वेरी हैप्पी. और अभी वो खुद बोलेंगी कि उनका ये ट्रीटमेंट कैसा रहा और उनको कैसा फील हुआ. One, 2, 3, 4, 5, 6, 7, 8, 9 रिलैक्स. फिर प्लैंक्स करो, प्लैंक्स उल्टा लेट के. 1, 2, 3, 4, 5, 6, 7, 8, 9 रिलैक्स. 1, 2, 3, 4, 5, 6, 7, 8, 9 रिलैक्स. नहीं मुझे इतना ही. अब उल्टे लेट जाओ, प्लैंक्स करो, सारी एक्सरसाइज. 1, 2, 3, 4, 5, 6, 7, 8, 9 रिलैक्स. हाँ ये उसमें डिपेंड है ना, जितना मसल वो फील करेगी उतना. फेस इस तरफ. उल्टा लेट के. 1, 2, 3, 4, 5, 6, 7, 8, 9 रिलैक्स. वो चाहते हैं कि मैं सारी एक्सरसाइज की लूँ. 1, 2, 3, 4, 5, 6, 7, 8, 9 रिलैक्स. अब उल्टे लेटो. अब डेली नहीं आती कोई और उठाओ. भी चाहती हूँ. 1, 2, 3, 4, 5, 6, 7, 8, 9 रिलैक्स. वो रखा है Again. 1, 2, 3, 4, 5, 6, 7, 8, 9 रिलैक्स. इन वन को ऊपर उठाओ. 1, 2, 3, 4, 5, 6, 7, 8, 9 रिलैक्स. इनका
सिर्फ नेक्स्ट स्ट्रेच, नहीं ये कल किया आज होना तो नहीं चाहिए वही चीज दोबारा। नेक हो जाएगा ना, नेक। टांग 1 2 3 4 5 6 7 8 9 रिलैक्स। स्ट्रेच नहीं। 1 2 3 4 5 6 7 8 9 रिलैक्स। अच्छा और मुझे बता दो मैं वॉक कर लूँ कि नहीं? अभी ज़्यादा बहुत पूरी बॉडी उठानी है। पहुंचते हैं सेंटर पे। 1 2 3 4 5 6 7 8 9 रिलैक्स। अगेन आज तक तो था Again. एकदम आगे तो मैंने सोचा 1 2 3 4 5 6 7 8 9 रिलैक्स। चेहरा भी दिखाओ सोनिया अपना, तो मास्क उतार दो ना। तो सोनिया ये हिना चेंज ये तो बिल्कुल नहीं कुछ भी मुझे फील हो रहा है, तभी तो पूछ रही हूँ ना। टॉवल हटा दो। पीछे ही चले जाओ ना तुम। आराम से सोनिए, आराम से। अच्छा है, स्लो है। नहीं ये करना तो साइकिलिंग कर लेना। स्टैंडिंग वाला नहीं कर रही। അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടോ? ലോവർ ബാക്ക് പെയിൻ ഉള്ളവരൊക്കെ ഈ പറഞ്ഞ എക്സസൈസുകളൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല വ്യത്യാസമുണ്ട്. ഇതെല്ലാം ഒരു 10 പ്രാവശ്യം വരെ ചെയ്യണം. ആദ്യം നമ്മൾ പിന്നെ ഹീറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ വാട്ടർ ഹീറ്റിൻ്റെ ബാഗ് ഉണ്ടല്ലോ, അതിൽ വെള്ളം ഒഴിച്ചിട്ട് നല്ലതായിട്ട് ഹീറ്റ് പിടിച്ചതിന് ശേഷം, ചൂട് പിടിച്ചതിന് ശേഷം വേണം നമ്മൾ എക്സസൈസ് ചെയ്യാൻ. എക്സസൈസ് ചെയ്തതിന് ശേഷം ഇതേപോലെ തന്നെ ചൂട് പിടിക്കണം. അപ്പം നമുക്ക് ശരിക്കറിയാൻ പറ്റും വ്യത്യാസം. എനിക്ക് നല്ല വ്യത്യാസമുണ്ട്. ഞാൻ ശരിക്കും ഡോക്ടേഴ്സ് അവർ 3 പേരോടും താങ്ക്സ് പറയുകയാണ്. എനിക്ക് നല്ല ഒരു റിലീഫായി. ഞാൻ അത്ര പെയിനായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം. എല്ലാവരും ആരോഗ്യത്തോടെയും ആയുസ്സോടുകൂടിയും ഇരിക്കട്ടെ. ബായ്.